തിരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യവുമായി ബന്ധമില്ല. പ്രകടന പത്രികകൾ കോമഡിയല്ലേ എന്നാണ് 2018 അന്നത്തെ BJP-യുടെ മുതിർന്ന നേതാവ് PS ശ്രീധരൻപിള്ള പറഞ്ഞ കാര്യമാണ്. NDAയുടെ പ്രകടന പത്രിക വായിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെ തോന്നും. NDAയുടെ പ്രകടന പത്രികയെ ഞാൻ വിലയിരുത്തുന്നത് ഒരു വലിയ കോമഡി പീസായിട്ടാണ്. ഇതിങ്ങനെ പറയുമ്പോൾ എനിക്കറിയാം NDAയിലെ പ്രവർത്തകരെ സംബന്ധിച്ച് അല്പം വിരോധമുണ്ടാകും. പക്ഷെ നീരസം ഉണ്ടാവണ്ട. നിങ്ങളൊന്ന് ആഴത്തിലിത് പരിശോധിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഫെഡറൽ എക്കണോമിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ധാരണയുള്ളവർ ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കുമോ എന്നുള്ളതാണ്. ഒരൊറ്റ കാരണം മതി, അത് അൺറിയലിസ്റ്റിക് ആണെന്നും അത് കോമഡി ആണെന്നും പറയാൻ. കാലങ്ങളായി നമുക്ക് അനുവദിക്കേണ്ടിയിരുന്ന 19 സംസ്ഥാനങ്ങൾക്ക് ഇതിനകം അനുവദിച്ചിരുന്ന സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റെടുത്ത് കൊടുത്തിട്ടും കോടതിയിൽ നിന്ന് ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഇരുവരെയും അനുവദിക്കാത്ത എയിംസ് ഇക്കുറിയും NDAയുടെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്കതിനെ മാറ്റിവെക്കാവുന്നത്. പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്നത് അങ്ങനെയല്ല. ഒരു രാഷ്ട്രമീമാംസ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ പ്രകടന പത്രികയിൽ എഴുതി പിടിപ്പിച്ചിരിക്കുക അടുത്ത 10 വർഷത്തിനുള്ളിൽ ഒരു കടബാധ്യതയും ഇല്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്ന്. ഈ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചോ ഇന്ത്യയുടെ ഫെഡറൽ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു സംസ്ഥാനത്തിന് അർഹമായ GDP-യുടെ 3% കടമെടുക്കാമെന്നുള്ള പ്രൊവിഷൻസിനെ കുറിച്ചോ ബോധമില്ലാത്ത ആരോ ഒരാളാണ് ഇത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പോലും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് കേരളം വലിയ കടക്കിണിയിലാണെന്നുള്ളതാണ്. അല്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ചർച്ചകളിൽ കണക്ക് വെച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല.